പുതിയ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റാർട്ടിങ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു കല്യാണമാണ് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ചിപ്പു നമ്മുടെ മുന്നത്തെ വ്ലോഗിലൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ചിപ്പു. അപ്പോൾ ചിപ്പുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വെഡ്ഡിങ് ഈവാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ടൈമിൽ ഞങ്ങളിരുന്ന് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിപ്പുവിന് മെഹന്തി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നീ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തട്ടിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം എന്തൊക്കെയോ ഒരു ഫോട്ടോയൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നൊക്കെ കുഴപ്പമില്ലാതെ ഇടുമായിരുന്നു, ഇപ്പോൾ ഒട്ടും എനിക്ക് പറ്റുന്നില്ല, ടച്ചില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ദേവു ആണ് കേട്ടോ. അത് ദേവു പിറ്റേ ദിവസം നാളെ കല്യാണത്തിന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. കുട്ടി ഈ പ്രോജക്റ്റിൻ്റെ പ്രഷറും സബ്മിഷനും റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ആകെ ബിസിയായിരുന്നു. അപ്പോൾ പഠിക്കാനൊന്നും നേരം കിട്ടിയില്ല, ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് ചിപ്പുവിൻ്റെ സിസ്റ്ററാണ്, പിന്നെ ദേവുവിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ബേബി ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മെഹന്തി ഇട്ടതിൻ്റെ ഇടയിൽ ആ നെയിൽ പിടിച്ചപ്പോൾ എനിക്കൊരു ടെൻഷനായിട്ടു. കാരണം ചിപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, ടോണി ആൻഡ് ഗൈലായിരുന്നു ചെയ്തത്, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ അല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യുക അല്ലേ. മെഹന്തിടൽ പുരോഗമനം ഓൾമോസ്റ്റ് ഡൺ. നാളെ കാണാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇന്ന് തന്നെ കാണാം. ഓഡിറ്റോറിയത്തിൽ ആരും ഇല്ല, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ പോച്ചിപ്പോ, 2 മണിക്ക് എണീക്കണം അല്ലേ ചിപ്പോ. തിരിഞ്ഞോ, ഒരോട് തിരിഞ്ഞോ. ഞങ്ങളെ ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലാണ് ഇൻസ്റ്റയിലേക്കുള്ള റീൽസിനുള്ള ഒന്നും എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയോ എടുത്ത് കൂട്ടി. ബാക്കി നാളെ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പറ്റില്ലെന്നൊന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഹന്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് നിൽക്കുകയാണ്. ഓഡിറ്റോറിയത്തിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞില്ലേ ദേവു? ഡെക്കറേഷൻ അല്ല, ഓഡിറ്റോറിയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഓഡിറ്റോറിയം ആയിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു കോണ്ടാക്ട് ഞാൻ നാളെയും കാണിച്ചു തരാം കേട്ടോ. സോ നമ്മളിനി പോകാൻ നോക്കുകയാണ്. ഇതാണ് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ. ചിപ്പുവിൻ്റെ വീട്ടിലെത്തി. ചിപ്പുതേ കാറിൽ പോകാനായിട്ട് റെഡിയായി. നമുക്കും ഓഡിറ്റോറിയത്തിൽ പോകാൻ നോക്കാം കേട്ടോ. ഇതാണ് ചിപ്പുവിൻ്റെ വീട്, തറവാട്. നമുക്ക് പോകാൻ നോക്കാം. ഞങ്ങൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. അമ്പലത്തിലേക്ക് പോകണം താലികെട്ടിന് മുന്നായിട്ട്. അപ്പോൾ പാർക്കിങ്ങിന് അവിടെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് ഇന്നലെ കണ്ടല്ലോ നമ്മൾ. ഇന്നത്തെ പരിപാടി നമുക്ക് ഉഷാറാക്കാം. നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം കേട്ടോ. അമ്പലത്തിലേക്ക് പോകാം. അല്ല, ദേവു നമ്മുടെ ചിപ്പൻ്റെ കല്യാണമാണ്. അതെ, നമ്മളെവിടെ എത്തി? നമ്മള് ഗുരുവായൂർ അമ്പലത്തിലെത്തി. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇവിടെ ഭയങ്കര തിരക്കാണ് അല്ലേ, നല്ല തിരക്കാ, രക്ഷയില്ല, ഒരു രക്ഷയില്ല. ക്യാമറ ഇവിടെയാ, ഇവിടെ നോക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മള് ചിപ്പുനെ തപ്പട്ടെ. ചിപ്പുനെ കണ്ടിട്ടില്ല, എന്നിട്ട് നമുക്ക് ചിപ്പുന്റെ കല്യാണം കാണിച്ചതാ കേട്ടോ. ഇനി
ഫൈനലി നമ്മുടെ ചിപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞു. അതേ താലികെട്ട് കഴിഞ്ഞു. ഇനി മാല ഇടൽ, തുളസി മാല ഇടുക, സിന്ദൂരം ചാർത്തി കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇത്രയും നാളത്തെ ഒരു പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. എത്ര നാളായി നമ്മൾ എൻഗേജ്മെൻറ്റ് ചിപ്പുവിൻ്റെ കഴിഞ്ഞ ടൈം തൊട്ട് നമ്മളിങ്ങനെ ഡേയ്സ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ചിപ്പു ഇങ്ങനെ പറയും ഇനി ഓൺലി 150 ഡേയ്സ് ലെഫ്റ്റ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് 100 ആയി, 80 ആയി, 70, 60, 50 അങ്ങനെ ഫൈനലി ഇന്നലെ വരെ ഞങ്ങളിരുന്ന് പറയും ഇനി ഒറ്റ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്രയ്ക്ക് ഫങ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി ജസ്റ്റ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോകലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു, നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അപ്പോൾ വരുന്ന വഴിക്കുള്ള വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടിപ്പടഞ്ഞ് വന്നതായിരുന്നു. അത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ് ചിപ്പൂന്. ആ താലി ഇടേണ്ട മാലയാണെന്ന് തോന്നണു. ആ മാല ഇട്ട് കൊടുക്കുകയാണ്, പൂവൊക്കെ എറിഞ്ഞ് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയ എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ച സ്റ്റേജാണ് ഇത്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കി, നല്ല സ്റ്റേജായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ ചിപ്പ് സൂപ്പറായിട്ടില്ലേ, അവളുടെ ലുക്കും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഡാൻസിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം കളിക്കാനുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി നിൽക്കുവാണ്. അപ്പം പിന്നെ നമ്മൾ ഡാൻസ് കാണാം. അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുറച്ച് സിംഗിൾസും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഓൺ വോയിസ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ റെക്കോർഡിങ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് എത്തി. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട്. എനിക്ക് നോൺ വെജിറ്റേറിയനേക്കാളും കൂടുതൽ ഇഷ്ടം വെജിറ്റേറിയൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ കാറ്ററിംഗ് ആണ് കേട്ടോ, റോസ് കാറ്ററിംഗ്. അടിപൊളിയായിരുന്നു, നല്ല സദ്യയായിരുന്നു. ഇതിൽ പൈനാപ്പിൾ കിച്ചടി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു പിടിപിടിച്ചു. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ ചിപ്പുനെ പറഞ്ഞു വിടുന്ന പരിപാടിയാണ് കേട്ടോ. സദ്യ കൊള്ളാം കൊള്ളാം. സദ്യ കഴിച്ച അതെ, നന്നായിട്ടുണ്ട്. അടിപൊളി സദ്യ, റോസ് കാറ്ററിംഗ്, അടിപൊളി ഫുഡ്. ഞങ്ങൾ ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടി അവളെ കരയിപ്പിക്കാൻ ഒരുപാട് നോക്കിയിട്ടോ, പക്ഷെ നടന്നില്ല. പിന്നെ ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചിപ്പ് പോയി കേട്ടോ. പിന്നെ റിസപ്ഷൻ്റെ ഭാഗമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ആകെ തിരക്കായിപ്പോയി. അപ്പം ഇനി ഗുലാബി നൈറ്റ് കാണാമല്ലേ നമുക്ക്. അപ്പോൾ ഫൈനലി നമ്മുടെ ഫൈനലി അല്ല കേട്ടോ, ഇത് ആക്ച്വലി തലേദിവസം നടന്ന പരിപാടിയാണ്, ഞാനിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗുലാബിക്ക് വരാനായിട്ട് കുറച്ച് ഡിലേ ആയി. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് ടൈമിങ്ങിന് എത്തിയായിരുന്നു. പിന്നെ ജസ്റ്റ് കേക്ക്സൊക്കെ കട്ട് ചെയ്തു, സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്തു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മാൻഡേറ്ററി ആയിട്ടും ദേവുവിൻ്റെ പാട്ട് തുടങ്ങുകയാണ്. ദേവുവിൻ്റെ പാട്ടില്ലാത്തൊരു പരിപാടി ഇല്ല. അപ്പോൾ പാട്ട് കാണിച്ചു തരാം. മാനത്തെ വെള്ളി വിടാരിച്ച കൊട്ടാ
കലാപരിപാടികൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഡാൻസ് ഉണ്ട്, കസിൻസിൻ്റെ ഡാൻസ് കഴിഞ്ഞു. പിന്നെ ദേവുവിൻ്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ദേവുവിൻ്റെ പാട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. കോളേജ് ടൈം തൊട്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേവുവിൻ്റെ പാട്ടില്ലാതെ വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കളിക്കുന്ന ഡാൻസ് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ ഓൾറെഡി കളിച്ചതാണ്. എന്നാലും ഒന്നുകൂടിയും കണ്ടു നോക്കുക നിങ്ങൾ. അങ്ങനെ എല്ലാ പരിപാടികൾക്ക് ശേഷം അവസാനം ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ച് തിമിർത്തു. അങ്ങനെ ഒരു ഗുലാബി നൈറ്റും തലേദിവസം കല്യാണവും റിസപ്ഷനും ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ചിപ്പുവിൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചിപ്പുവിൻ്റെ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. അവരുടെ റിസപ്ഷൻ ലുക്ക് നിങ്ങൾ കണ്ടില്ലല്ലോ, ഇതായിരുന്നു കേട്ടോ ലുക്ക്. ചിപ്പു സാരിയാണ് വേറെ ഇത്തത്. സിബിയുടെ ലുക്ക് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു പരിപാടികളൊക്കെ. ബാക്കി വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ കാണാം. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ എഗെയിൻ.